നമ്മുടെ ഈ 8ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എത്തിയ നമ്മുടെ മണ്ഡലത്തിൻ്റെ യുവ നേതാവ് ശ്രീ ലിൻഡോ ജോസഫിനെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഇത്രയും സ്നേഹം നിറഞ്ഞ ഈ യോഗത്തിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷ, നന്മ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രിയപ്പെട്ട പ്രസിഡൻറ്റ് ശ്രീമതി നിത്യ KM, വേദിയിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീമതി ഗീത ബാബുരാജ്, പ്രിയപ്പെട്ട ജനറൽ കൺവീനർ ശ്രീ ബൈജു മുതുകാടൻ, ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ വാർഡിൻ്റെ കൗൺസിലർ ശ്രീമതി ബിന്ദു KP, പ്രിയപ്പെട്ട നന്മ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രിയപ്പെട്ട ട്രഷറർ ശ്രീ സുരേഷ് T, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സ്നേഹം നിറഞ്ഞവർ, ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് റെസിഡൻസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിലും ഇതുപോലെ എല്ലാ ആളുകളും പങ്കെടുത്ത ഒരു പരിപാടി കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സ്ത്രീകളെയും കുട്ടികളെയും യുവജനങ്ങളെയും എല്ലാവരെയും കാണാൻ കഴിയുന്നുണ്ട്. ചിലപ്പോൾ എണ്ണം കുറവുണ്ടാകും, പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന 50ഓളം വീടുകളാണുള്ളത്. ഈ 50 വീടുകളിൽ നിന്നും പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ്. തീർച്ചയായിട്ടും അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം മനുഷ്യൻ തിരക്ക് പിടിച്ച ഓട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരക്ക് പിടിച്ച് ഓടിയവരാണ് ഈ മുന്നിലിരിക്കുന്ന ആളുകൾ. ഇപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ പറയും ഒരു തിരക്കുമില്ല. മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഒരു പഴങ്കഥയുണ്ട്, ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും. ദൈവം മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ച ഘട്ടത്തിൽ മനുഷ്യന് ആയുസ് കൊടുത്തത് ഒരു 20-25 വർഷമാണ്. അത്ര ആയുസ്സാണ് മനുഷ്യന് ദൈവം ആദ്യം കൊടുത്തത്. അപ്പം മനുഷ്യൻ എല്ലാ കാര്യങ്ങളെയും പോലെ ആർത്തി മനുഷ്യന് അന്നും ഉണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഘട്ടത്തിൽ. അപ്പോൾ എല്ലാവർക്കും ആയുസ് കൊടുത്തതുപോലെ പല മൃഗങ്ങൾക്കും ആയുസ് കൊടുത്തു. അപ്പോൾ കഴുതയ്ക്ക് ആയുസ് കൊടുത്തു. അപ്പോൾ കഴുതയോട് മനുഷ്യൻ പോയി ചോദിച്ചു, നിൻ്റെ ആയുസിൽ കുറച്ച് ഞങ്ങൾക്ക് വേണം. അങ്ങനെ ദൈവവും ഈ പറഞ്ഞ മനുഷ്യനും കഴുതയും തമ്മിലൊരു ധാരണയിലെത്തി. ഒരു കഴുതയുടെ ഒരു 20 വർഷം മനുഷ്യന് കൊടുത്തു. അപ്പോൾ 25ഉം ഒരു 20 വർഷം, ഒരു 45-50 വയസ്സ് വരെ മനുഷ്യന് ആയുസായി. എന്നിട്ട് മനുഷ്യൻ എന്ത് ചെയ്തില്ല? ആർത്തി തീർന്നില്ല. മനുഷ്യൻ വീണ്ടും പോയി മറ്റാളുകളോട് ചോദിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം നായ, നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന നായയുടെ ആയുസ് കുറച്ച് ചോദിച്ചു. അപ്പോൾ നായയും കൊടുത്തു ഒരു 10-15 വർഷം. ദൈവമായിട്ട് കരാറുണ്ടാക്കി. എന്താണ്? നായയുടെ ആയുസ്സും മനുഷ്യന് കിട്ടി. അപ്പോൾ ഒരു 10-65-70 വയസ്സ്, ആ 65 റേഞ്ചിലേക്ക് വന്നു. പിന്നെയും മനുഷ്യൻ ആർത്തി. അപ്പോഴാണ് കുരങ്ങിൻ്റെ കയ്യിൽ കുറച്ച് ആയുസ് ബാക്കിയുണ്ട്. കുരങ്ങിൻ്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്തു? ഒരു 10-15 വയസ്സുകൂടി ആയുസ് കൂടി എടുത്തു. അപ്പോൾ മനുഷ്യന് ഏകദേശം ഒരു 90 വയസ്സ് 100 വയസ്സ് വരെ ജീവിക്കാനുള്ള ആയുസ് കിട്ടി. പക്ഷെ ഒരു പ്രയാസം മാത്രമുണ്ടായി. ഈ മൃഗങ്ങളുടേതുപോലെ മനുഷ്യൻ്റെ ജീവിതവും മാറി എന്നതാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 25 വർഷം, ദൈവം സമ്മാനിച്ച 25 വർഷം അവൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടമാണ്. ഏറ്റവും സന്തോഷത്തോടു കൂടി മറ്റ് ചുമതലകളൊന്നുമില്ലാതെ ഇവിടെ ഇരിക്കുന്ന യുവാക്കളുണ്ടല്ലോ, നമ്മുടെ പുറകിലിരിക്കുന്ന ഈ സൈഡിലൊക്കെ ആയിരിക്കുന്ന കുട്ടികളെപ്പോലെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ സന്തോഷത്തോടു കൂടി മറ്റ് പ്രാരാബ്ദങ്ങളൊന്നുമില്ലാതെ നടക്കാൻ കഴിയുന്ന 25 വർഷം അവരടിച്ചു പൊളിച്ച് മുന്നോട്ട് പോയി. പിന്നീട് കടമെടുത്ത് ആരുടെ കയ്യിൽ നിന്നാണ്? കഴുതയുടെ കയ്യിൽ നിന്നാണ്. കഴുതയുടെ പ്രത്യേകത എന്താണ്? ഭാരം വലിക്കുന്ന ആളാണ് അല്ലേ. ഒരു പണി കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ, വീടിൻ്റെ പണി കഴിഞ്ഞു എന്ന് തോന്നുമ്പോഴാണ് മകൾ എന്ത് ചെയ്യുന്നത്? നേഴ്സിങ്ങിന് പോകണം, അല്ലെങ്കിൽ ഡോക്ടറാൻ പോകണം. അപ്പോൾ അടുത്ത ഭാരമായി. ആ ഭാരം കഴിഞ്ഞ് ഇറക്കി വെക്കാൻ തോന്നുമ്പോഴാണ് അപ്പോൾ തന്നെ കല്യാണമായി അല്ലേ. ഈ ഭാരം വലിക്കുന്ന സമയം ഒരു 10-25 വർഷം മനുഷ്യനിങ്ങനെ ഭാരം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. 19 വർഷം ആ സമയമാണ് ഭാരം വലിക്കുന്ന സമയം. പിന്നീടുള്ള സമയം ഏതാണ്? ആരുടെ കയ്യിൽ നിന്ന് കടമെടുത്തതാ? നായയുടെ കയ്യിൽ നിന്ന് കടമെടുത്ത. നായയുടെ പരിപാടി എന്താ? വീടിന് കാവൽ നിൽക്കുക അല്ലേ. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ മക്കളൊക്കെ പ്രാരാബ്ധമായി, മക്കളൊക്കെ വരുമാനം കൊണ്ടുവരുന്നവരായി. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും ജോലി എന്താ? ഈ പറഞ്ഞ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുക, വീട്ടിലിരിക്കുക, വിശ്രമിക്കുക, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി തരിക, അതൊക്കെ തിന്നുക, ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് അല്ലേ. ഏറ്റവും അവസാനം കിട്ടിയത് ആരുടെ കയ്യിൽ നിന്നാണ്? കുരങ്ങിൻ്റെ കയ്യിൽ നിന്ന് അല്ലേ. കുരങ്ങിൻ്റെ പ്രത്യേകത എന്താ? ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ചാടുക അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 10-60 വയസ്സ് കഴിയുമ്പോൾ മക്കൾ പേരക്കുട്ടികളൊക്കെ ആവും അല്ലേ. മകൾ ഇതാ ഗൾഫിൽ പ്രസവിച്ചിരിക്കുന്നു, അങ്ങോട്ട് പോകണം അല്ലേ. ഇതാ മരുമകൻ ഇതാ അമേരിക്കയിലാണ്, അങ്ങോട്ട് പോകണം അല്ലേ.
പിന്നെ എന്താണ്, എൻ്റെ മകൻ അല്ലെങ്കിൽ ഇന്ന പോലെ അവിടെ ഒരു ആവശ്യമുണ്ട്, അവൾ ജോലിക്ക് പോയിരിക്കുന്നു, മക്കളെ നോക്കണം, അങ്ങോട്ട് പോകും. അപ്പോൾ ഒരു 10-60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് ഇങ്ങനെ ചാടുക, ഇങ്ങനെ ചാടി കളിക്കുക എന്നുള്ളതാണ്. ഇത് മനുഷ്യ ജീവിതവുമായി കണക്ട് ചെയ്തുകൊണ്ട് പണ്ട് ആരോ എഴുതിയ ഒരു പഴങ്കഥ മാത്രമാണ്. ഒരു പക്ഷേ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ തിരക്ക് പിടിച്ചോടും, ഓടിക്കഴിഞ്ഞ് ഏറ്റവും അവസാനം വിശ്രമിക്കേണ്ടുന്ന സമയമാകുമ്പോഴാണ് ആലോചിക്കുക, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത്രമാത്രം ധൃതി പിടിച്ച് ഓടിയത് എന്ന് ചിന്തിക്കുക. ഈ മുന്നിലിരിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരാണ് എന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? നമ്മൾ പണിയെടുത്ത് കുടുംബത്തെയൊക്കെ വളർത്തി വലുതാക്കി എല്ലാമായി, പക്ഷെ നമ്മുടെ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി കഴിഞ്ഞോ എന്നത് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കുറച്ച് സന്തോഷങ്ങൾ നമുക്കുണ്ടാവണം. ഞാൻ ഇന്നാളൊരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇപ്പോൾ പെൻഷൻ, ഗവൺമെൻറ് പെൻഷൻ വാങ്ങിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. 2000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. പെൻഷൻ കിട്ടിയാൽ ഉടനെ എന്ത് ചെയ്യേണ്ടതില്ല, മരുന്ന് വാങ്ങിക്കാൻ പോകണമെന്നില്ല. മുക്കത്തേക്ക് പോയാൽ 7 തിയേറ്റർ ഉണ്ട്, ഇല്ലേ? തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണണം, ഇല്ലേ? അവിടെ തൊട്ടടുത്ത് സ്റ്റാർ ഹോട്ടലുണ്ട്, അവിടെ പോയിട്ട് ബിരിയാണി ഇരിക്കണം, ചിലപ്പോൾ ഒരു യാത്ര നടത്തണം. ഇതൊക്കെ നമ്മൾ ചെയ്തേ മതിയാകൂ. ജീവിതത്തിൽ എപ്പോഴും നമ്മൾക്കൊരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പണത്തിന് വിലയില്ലാതായിത്തീരും. പണം കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് തോന്നുന്നൊരു സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ അത്തരം സാഹചര്യങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. പണത്തിന് ഒരു വിലയുമില്ല എന്ന് കരുതുന്ന മനുഷ്യരുടെ എണ്ണം കൂടി വരികയാണ്. ഞാൻ പല വേദികളും പോകുമ്പോൾ ആ അഭിപ്രായം പറയാറുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 ഞാൻ മത്സരിക്കുന്ന ഘട്ടത്തിൽ കോടഞ്ചേരി എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരു വീട്ടിൽ പോയി. ഒരു വലിയ വീടാണ്, 3500-4000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വലിയ വീടാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ പ്രായമായ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, എന്താണ്, ഞങ്ങൾക്ക് വേറെ ഏർപ്പാടൊന്നും ഇവിടെ ഇല്ല. രാവിലെ ഒരു സെർവൻറ്റ് വരും, ഞങ്ങളുടെ ഡ്രസ്സൊക്കെ അലക്കും, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഭക്ഷണം ഉണ്ടാക്കി വെക്കും, അത് വിളമ്പി കഴിച്ചാൽ മതി, അതെല്ലാം എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ടാകും, അവിടെ നിന്ന് എടുത്ത് കഴിച്ചാൽ മതി. ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഡ്രൈവറുണ്ട്, അയാളെ വിളിച്ചാൽ മതി, വണ്ടി എടുക്കും, അദ്ദേഹം എവിടെ വേണമെങ്കിലും കൊണ്ടാക്കും, അവർക്കുള്ള സാലറിയും കാര്യങ്ങളെല്ലാം മക്കൾ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം നിങ്ങൾ നല്ല സുഖത്തിലാണല്ലോ ജീവിക്കുന്നത്, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്നോട് പറയും, എന്ത് സുഖം, മനസ്സ് നിറച്ചൊന്ന് വർത്താനം പറയാൻ കഴിയേണ്ട ആരോടെങ്കിലും, ഒന്ന് സംസാരിക്കാൻ കഴിയേണ്ട ആരോടെങ്കിലും. വല്ലപ്പോഴും അമേരിക്കയിൽ നിന്ന് 2 വർഷം കൂടുമ്പോൾ മകൻ വരുമ്പോൾ മകൾ വരുമ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു 30 ദിവസം കിട്ടുമ്പോൾ വാതോരാതെ സംസാരിക്കും. അപ്പോൾ വാതോരാതെ സംസാരിക്കാൻ കിട്ടിയ ഒരാളായിട്ടാണ് എന്നെ കണ്ടത്. എന്നാൽ പിന്നെ അരമണിക്കൂർ സംസാരിച്ച് കളയാം എന്നുള്ള ധാരണയിൽ അച്ഛനും അമ്മയും അപ്പുറത്തും ഇപ്പുറത്തും നിന്നിങ്ങനെ തെരുതരാ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ ഇലക്ഷൻ സമയത്ത് ഒരു വീട്ടിൽ പോയി ഒന്ന് കൈകൂപ്പി വോട്ട് ചോദിച്ച് വേഗം പോരലാണ്. അവരാണ് വിടുന്നതേ ഇല്ല, അവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ഈ പറഞ്ഞ സെർവൻറ്റിൻ്റെ അടുത്ത് വർത്താനം പറയാൻ കഴിയില്ല. സെർവൻറ്റിൻ്റെ പ്രത്യേകത എന്താ, അവരൊരു ദിവസം തന്നെ 5-6 വീട്ടിൽ പോകുന്നുണ്ടാവും, അല്ലേ? അപ്പോൾ ഇവിടുത്തെ പണി തീർത്തിട്ട് വേണം അപ്പുറത്ത് പോകാൻ, എന്നാലേ അവർക്ക് ഏൺ ചെയ്യാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഇവിടുത്തെ ജോലി കഴിഞ്ഞ് ഇവിടെ വർത്താനത്തിന് കുശലാന്വേഷണത്തിന് മറുപടി പറയാൻ നിന്നാൽ അതൊന്നും നടക്കില്ല. അപ്പോൾ അടുത്ത വീട്ടിലേക്ക് ഓടണം. അതുകൊണ്ട് അവർ പറയുന്നത് ചെവി കേൾക്കാതെ വർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ എത്രയോ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് പണത്തിന് വാല്യൂ ഇല്ല, പണം വേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. ആ അച്ഛനോട് പറഞ്ഞു, ഞാൻ സാധാരണ ഷർട്ട് ഇടാതെയായിരുന്നു വീട്ടിൽ ഇരുന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ TV ഉണ്ട്, അത് ഈ CCTV ഇങ്ങനെ വീടിനുള്ളിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഷർട്ട് ഇടാതെങ്ങാനും പുറത്തിറങ്ങിയാൽ അപ്പോൾ മകൻ അമേരിക്കയിൽ നിന്ന് കാണും, അച്ഛൻ എന്താ ഷർട്ട് ഇടാതെ ഇരിക്കുന്നത്, ഷർട്ട് ഇടണം എന്ന് പറയും. ഞാൻ മുറുക്കുന്നൊരു സ്വഭാവമുണ്ട്, മുറുക്കിയിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്കാണ് തുപ്പുക. അപ്പോൾ അവിടെ തുപ്പാൻ കഴിയില്ല, വീടിൻ്റെ ചുറ്റും പരിസരം എല്ലാം ഇൻ്റർലോക്ക് ഇട്ടേക്കാണ്, 1 കിലോമീറ്റർ അപ്പുറം പോയിട്ട് വേണം തുപ്പണമെങ്കിൽ. അപ്പോൾ ഈ അച്ഛൻ ഈ സങ്കടങ്ങളൊക്കെ പറയുകയാണ്. ഇങ്ങനെ പലതരത്തിലാണ് മനുഷ്യൻ്റെ സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എല്ലാം നാം അനുഭവിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നാം തിരിച്ചറിയണം. ഒരു വീട്ടിൽ യാദൃശ്ചികമായി പോയപ്പോൾ 2 റിട്ടയേർഡ് ആയിട്ടുള്ള ആളുകളാണ്, ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയേർഡ് ആയിട്ടുള്ള ആളുകളാണ്. ഒരു നട്ടുച്ച സമയത്താണ് ആ വീട്ടിൽ കയറി ചെല്ലുന്നത്. അപ്പോൾ 2 മക്കൾ, 2 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികളും വിദേശത്താണ്. ഈ അച്ഛനും അമ്മയും ഗവൺമെൻറ് സർവീസിൽ നിന്ന് ഉന്നതമായ പോസ്റ്റിൽ നിന്ന് റിട്ടയർഡ് ചെയ്താണ്. 2 പേർ കൂടി ഒരു മാസം 1 ലക്ഷം രൂപയെങ്കിലും പെൻഷനായി കിട്ടുന്നുണ്ടാകും. അത്രയും വലിയ പോസ്റ്റിൽ നിന്ന് റിട്ടയർഡ് ചെയ്തതാണ്. ഒരു നട്ടുച്ച സമയത്ത് ഞാൻ വീട്ടിൽ കയറി ചെന്നു. സാധാരണഗതിയിൽ മലയാളികളുടെ വീട്ടിൽ നമ്മൾ ഉച്ചയ്ക്ക് നമ്മുടെ വീട്ടിൽ കയറി വന്നാൽ നമ്മളെന്താ ചോദിക്കുക, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കില്ലേ? സാധാരണഗതി നമ്മൾ ചോദിക്കും. നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ ഇനി നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് കൊടുക്കാമെന്നുള്ള താല്പര്യത്തോടു കൂടി ചോദിക്കും. ഇവരെന്ത് ചെയ്താലും അങ്ങനെ ചോദിക്കുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഞങ്ങളും കഴിച്ചില്ല, പക്ഷേ ഞങ്ങൾ സാറിനെ വിളിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്തേ? ഞങ്ങളൊന്നും ഉണ്ടാക്കാറില്ല എന്ന് പറഞ്ഞു. ചോദിച്ചാൽ അതെന്താ?
വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സന്തോഷം വേണ്ടേ? ഞങ്ങൾക്ക് സന്തോഷമില്ല. അതുകൊണ്ടെന്താ, രാവിലെ ഞങ്ങളൊരു ചോറും ഒരു മോര് കറി ഉണ്ടാക്കിയാൽ 3 നേരവും ഞങ്ങൾ അതാണ് കഴിക്കുന്നത്. ഏത് 1 ലക്ഷം രൂപ പെൻഷനായി കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ളൊരു വീട്ടിലെ സ്ഥിതിയാണ്. എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് ഒരിക്കലും പണമല്ല എന്നതാണ്. ചില ആളുകളുടെ ധാരണ പണമാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം എന്നതാണ്. ഒരിക്കലുമല്ല. പണം ഒന്നിൻ്റെയും മാനദണ്ഡമല്ല. ഒന്നിച്ച് കൂടിയിരിക്കാൻ, വർത്തമാനം പറയാൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ ഏറ്റവും സന്തോഷമുണ്ടാവുന്ന അതാണ്. എവിടെയോ ഒരു ഫേസ്ബുക്കിൽ ഏതോ ഒരു കാര്യം നോക്കുന്നതിനിടയിൽ ആരോ എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പ് കണ്ടു. കിടക്കുമ്പോഴേ ഉറങ്ങാൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. കിടക്കുമ്പോഴേ ഉറങ്ങാൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. അങ്ങനെ എത്ര പേർക്ക് ഉറങ്ങാൻ കഴിയുന്നു എന്നത് ഒരു ചോദ്യമാണ്. കിടക്കുമ്പോഴേ നമുക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? നമ്മൾ പറയും ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള അദാനി കിടക്കുമ്പോഴേ ഉറങ്ങുന്ന മനുഷ്യനായിരിക്കുമോ? അല്ല അല്ലേ? സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ ചങ്ക് ഇങ്ങനെ പടച്ചുകൊണ്ടേയിരിക്കും, ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനിൽ അംബാനി, മുകേഷ് അംബാനിയൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരാണ്. ആണോ? അല്ല. അപ്പോൾ ഇതൊക്കെ എല്ലാ മനുഷ്യരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ഇതിനെയൊക്കെ വ്യത്യസ്ത തലങ്ങളിലാണ് കാണേണ്ടത്. ഞാൻ പറഞ്ഞ അതേ അർത്ഥത്തിലല്ല. നമ്മൾ റിസ്ക് എടുക്കണം, ജീവിതത്തിൽ വിജയിക്കാൻ സമയം ചെലവഴിക്കണം, സ്പെൻഡ് ചെയ്യണം, ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളതാണ്. പക്ഷേ മാനദണ്ഡം പണമാണ് എന്ന് കരുതുന്നത് തെറ്റാണ്. ഒരിക്കലും മാനദണ്ഡം പണമല്ല. നമ്മളെങ്ങനെ മനസ്സുകൊണ്ട് കാണുന്നു, നമ്മളെങ്ങനെ മനസ്സുകൊണ്ട് ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ മാനദണ്ഡം. നമുക്കെല്ലാം നന്നായി ചിരിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ മാറ്റമാണ് ഉണ്ടാക്കുക എന്നതാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ ഒപ്പം സമയം ചെലവഴിക്കുമ്പോൾ നമുക്കെന്താണ്, സമയം നമ്മൾ പോലും അറിയാതെ നമ്മൾ പോകുന്നത്. അപ്പോഴാണ് നമ്മൾ മനസ്സറിഞ്ഞ് ചിരിക്കുന്നത്. അവരുടെ കുരുത്തക്കേട് കാണിക്കുമ്പോൾ, അവരെ വഴക്ക് പറയുമ്പോൾ, അവരുടെ പുറകെ നടക്കുമ്പോഴൊക്കെ നമുക്ക് സമയം വേഗത്തിൽ പോകുന്നത് അതുകൊണ്ടാണ്. അവിടെ സന്തോഷമുള്ളത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും നന്നായി സന്തോഷത്തോടു കൂടി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ചിലപ്പോൾ ഉള്ളിൽ സങ്കടം ഉണ്ടാകും. നമ്മൾ ചാർലി ചാപ്ലിൻ്റെ ഇത് കഥ വായിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആത്മകഥ വായിക്കുമ്പോൾ കേട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ പറയുന്നതിൽ എന്ത് പറയുന്നുണ്ട്? എന്താണ്? ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഞാനാണ്, പക്ഷേ ലോകത്തിലെല്ലാവരെയും ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചതും ഞാൻ തന്നെയാണ്. ഉള്ളിൽ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടാകുമ്പോഴും കോരിച്ചൊരിയുന്ന മഴയത്ത് നിന്ന് ഞാൻ കരയുന്നത് ആരും കാണാതിരിക്കാൻ എന്ന് ചാപ്ലിൻ പറയുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ എന്താണ്, നമ്മുടെ കയ്യിൽ സങ്കടമുണ്ട് എങ്കിലും നമുക്ക് ചിരിക്കാൻ കഴിഞ്ഞാൽ, നമ്മളെ കൊണ്ട് ഒരാളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ, നമ്മൾ ചിരിക്കുമ്പോൾ അവരും ചിരിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ പരസ്പരം ചിരിയുണർത്താൻ, പരസ്പരം എല്ലാവർക്കും എല്ലാം മറന്ന് സന്തോഷിക്കാൻ ഇന്നിവിടുത്തെ ഈ ഒരു ദിവസം പൂർണ്ണമായിട്ടും രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ഈ 50-52 കുടുംബങ്ങളും ഒന്നിച്ചാണ് ഇവിടെ നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സന്തോഷത്തിൽ, ആ പങ്കിടലിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ പറഞ്ഞും പറയാതെയും ഒക്കെ പറഞ്ഞു വെക്കാനുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും മനോഹരമായ ഒരു ദിനമായി നിങ്ങൾക്കിത് തീരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓരോ മത്സരവും, ഓരോ വിജയങ്ങളും, ഓരോ അവരുടെ കലാപരിപാടികളും നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. കുഞ്ഞുങ്ങൾ മാത്രമല്ല, എല്ലാവരും അവരാൽ കഴിയുന്ന കലാപരിപാടികൾ നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടി കഴിയണം. സ്നേഹമുള്ളിടത്തും മറയില്ല എന്നതാണ്. ഈ 52 കുടുംബങ്ങൾക്കിടയിലും മറയില്ലെങ്കിൽ ഒരു നാണവുമില്ലാതെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. വേദിയിൽ കയറി പ്രസംഗിക്കാൻ കഴിയും. അറിയാവുന്നത് പോലെ പാട്ട് പാടാൻ വേണ്ടി കഴിയും. കാരണം എന്താണ്, എൻ്റെ മുന്നിലിരിക്കുന്നവർ കണ്ട് ആസ്വദിക്കുകയുള്ളൂ, എന്നെ ചിരിക്കില്ല, എൻ്റെ ഈ പ്രകടനം കണ്ടിട്ട് അവരെന്നെ കളിയാക്കില്ല എന്ന തോന്നലുണ്ടായാൽ ആരും ഏത് കലാപരിപാടിയും അവതരിപ്പിക്കും. അതുകൊണ്ട് എനിക്ക് പാടാൻ അറിയില്ല, എനിക്ക് കഥ പറയാൻ അറിയില്ല എന്നൊന്നും പറഞ്ഞ് നിൽക്കേണ്ടതില്ല. എല്ലാവരും ആടണം, പാടണം, സന്തോഷിക്കണം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മളിൽ നിന്നൊക്കെ ആരൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ പോകുമെന്നും നമുക്ക് പറയാൻ കഴിയില്ല. ആരുടെയൊക്കെ ഇതില്ലേ വരച്ച് വെച്ചിട്ടുണ്ടെന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഉള്ള സമയം നന്നായി സന്തോഷിക്കാൻ, നന്നായി ചിരിക്കാൻ, നന്നായി സൗഹൃദങ്ങൾ പുതുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിന് നല്ലൊരു വേദിയാണ് നന്മ റെസിഡൻസ് അസോസിയേഷൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ. ഇങ്ങനെ മനോഹരമായ ഒരു വേദി ഒരുക്കിയതിന്, തുടർച്ചയായി 8ാം വർഷവും വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നതിന്, എല്ലാവരെയും ഒത്തൊരുമിപ്പിക്കുന്നതിന് നിങ്ങൾ നടത്തുന്ന എല്ലാ ഇടപെടലുകൾക്കും എല്ലാവിധ ഹൃദ്യമായ ആശംസകളും നേർന്നുകൊണ്ട് ഔപചാരികമായി നന്മ റെസിഡൻസ് അസോസിയേഷൻ്റെ 8ാമത് വാർഷികാഘോഷം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തത് അറിയിക്കുന്നു. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആശംസകൾ. നന്മയുടെ 8ാം വാർഷികാഘോഷം ധന്യമാക്കാൻ നമ്മളിൽ ഒരാളായി ഇനി നമ്മളിലേക്ക് മുഖ്യ അതിഥി 25ാം ഡിവിഷൻ അംഗം ബിന്ദു KP-യെ സംസാരിക്കുന്നതിന് വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ MLA
നന്മ റെസിഡൻസ് അസോസിയേഷൻ്റെ വേദിയിലിരിക്കുന്ന ഭാരവാഹികൾ, അതേപോലെ സദസ്സിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ കൗൺസിലർ ആയതിനു ശേഷമുള്ള ആദ്യത്തെ പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഇങ്ങനെ കൗൺസിലറായി ഇവിടെ നിൽക്കാൻ കഴിഞ്ഞതൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് എൻ്റെ കൂടെ എൻ്റെ ഒപ്പം നിന്നതിന് നന്ദി പറയുകയാണ് ആദ്യം തന്നെ. കാരണം മറ്റൊരു ഡിവിഷനിൽ നിന്നും വന്ന് ഇവിടെ സ്ഥാനാർത്ഥിയായി നിന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. തുടർന്ന് അങ്ങോട്ടും വരും ദിവസങ്ങളിലും വരും കാലങ്ങളിലും ഏറ്റവും നന്നായി എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണമെന്നാണ് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ നമ്മുടെ റെസിഡൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം സ്വാഗത പ്രസംഗത്തിൽ ടീച്ചർ പറഞ്ഞതുപോലെ, അധ്യക്ഷ പ്രസംഗത്തിൽ ടീച്ചർ പറഞ്ഞതുപോലെ റെസിഡൻസ് എന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും. അതൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും 8ാം വാർഷികം ആഘോഷിക്കുന്ന ഏറ്റവും നന്നായിട്ട് ആഘോഷിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നത്. അപ്പം നമ്മളൊക്കെ തിരക്ക് പിടിച്ച ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം നമ്മളെ MLA ഏറ്റവും സരസമായി കഥകളിലൂടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കൂട്ടായ്മ എപ്പോഴും കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ എന്താ പറയുക കാര്യങ്ങൾ പിന്നെ കൃത്യമായിട്ട് അറിഞ്ഞ് പഠിച്ചൊക്കെ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കൂട്ടായ്മ തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ പ്രളയത്തിലും കോവിഡ് കാലങ്ങളിലൊക്കെ നിങ്ങളുടെ ആ കൂട്ടായ്മ ഏറ്റവും നന്നായിട്ട് നമ്മളെ പ്രദേശത്തുള്ളവർക്കൊക്കെ ഉപകാരപ്പെട്ടു എന്നുള്ളത് പ്രസിഡൻറ്റ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്കൊന്നിനും നേരമില്ലാത്ത ഈ ഒരു കാലത്ത് ഇങ്ങനെ കൂടിയിരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക, അത് ഏറ്റവും നന്നായിട്ട് ആസൂത്രണം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ മനസ്സുള്ളവർക്ക് മാത്രം പറ്റുന്നതാണ്. അപ്പോൾ നന്മ റെസിഡൻസിലെ നേതൃത്വം വഹിക്കുന്നവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് കൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റു തിരക്കുകളൊക്കെ ഒഴിവാക്കി ഈ ഒരു ദിവസം ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇങ്ങനെ ഒത്തുകൂടിയിട്ടുള്ളത്. അത് ഏറെ സന്തോഷം തരുന്നതാണ്. ഇപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താ പറയുക, ഈ ഒരു പരിപാടിക്ക് നന്മ റെസിഡൻസിന് ഇനിയും ഇങ്ങനെ തന്നെ ഏറ്റവും നന്നായിട്ട് ഇതിലും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ ഈ ഒരു പരിപാടിയുടെ നേതൃത്വ നിരയിലേക്ക് വന്ന് നമ്മളെപ്പോലെ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കും കഴിയട്ടെ. അതേപോലെ ഈ ഒരു വാർഷികാഘോഷത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിന് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജില്ലാതല ജൂനിയർ ഡിസ്കസ് ത്രോ മത്സരത്തിൽ 1ാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുത്ത ബ്രഹ്മ കെ സുരേഷിന് നന്മയുടെ ആദരം ഉപഹാരം നൽകുന്നതിന് വേണ്ടി ലിൻഡോ സാറെ ക്ഷണിക്കുന്നു. ജില്ലാതല ജൂനിയർ അബാക്കസ് പരീക്ഷയിൽ കാറ്റഗറി എയിൽ സംസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത റിത്തിൻ പ്രവീൺ നന്മയുടെ സ്നേഹ ആദരം ഉപഹാരം നൽകുന്നു MLA ലിൻഡോ ജോസഫ്. അടുത്തായിട്ട് ജില്ലാതലത്തിൽ നാടൻ പാട്ടിന് 3ാം സ്ഥാനവും A ഗ്രേഡും ലഭിച്ച അനുഷ്ക ബൈജുവിന് നന്മയുടെ സ്നേഹ ആദരം ഉപഹാരം നൽകുന്നു ലിൻഡോ ജോസഫ് സാർ. അടുത്തായിട്ട് ലക്ഷ്മി പാറക്കോട്ട് ആദരിക്കുന്നു എന്നില്ല. അടുത്തായിട്ട് ഭാനുമതി കീഴ്ത്താണിങ്ങാട്ട് MLA ആദരിക്കുന്നു. അടുത്തായിട്ട് രുക്മിണി ടീച്ചർ പടിഞ്ഞാറത്തൊടുകി കൃഷ്ണപുരി ആദരിക്കുന്നു MLA. അടുത്തായിട്ട് ദേവകി കീഴ്ത്താണിങ്ങാട്ട് ആദരിക്കുന്നു MLA. അടുത്തായിട്ട് വാസുദേവൻ കീഴ്ത്താണിങ്ങാട്ട് MLA യുടെ സ്നേഹ ആദരം.
അടുത്തായിട്ട് ശ്രീധരൻ കൂന്തല MLA സ്നേഹ ആദരം, നന്മയുടെ ആദരം. അടുത്തായിട്ട് ഗോവിന്ദൻ കിഴക്കേ ആദരിക്കുന്നു MLA, നന്മയുടെ സ്നേഹ ആദരം. അടുത്തായിട്ട് വിജയൻ KT ഗ്രാമശ്രീ MLA സ്നേഹാദരം, നന്മയുടെ ആദരം. അടുത്തായിട്ട് നമ്മുടെ ഏത് പരിപാടിയിലും നമ്മളോടൊപ്പം ഉണ്ടാകുന്ന നമ്മുടെ അയൽക്കാരൻ ശ്രീ ചെറിയാൻ മാഷെ നമ്മൾ ഇവിടെ ആദരിക്കുന്നു. ചെറിയാൻ മാഷെ സ്വാഗതം ചെയ്യും. അടുത്തായിട്ട് വർഷങ്ങളായി നമ്മുടെ ഈ 8 വർഷത്തിനുള്ളിൽ നമ്മൾക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്ത് നമ്മളെ സഹായിക്കുന്ന നമ്മളിൽ ഒരാളെ നമ്മളെ കൂടെ നിൽക്കുന്ന ശ്രീ ശിവേട്ടനെ സ്വാഗതം ചെയ്യുകയാണ്. നന്മയുടെ പാചകക്കാരൻ ശിവേട്ടനെ സ്വാഗതം ചെയ്യും. പാചകപ്പുരയിൽ നിന്നും ആദരിക്കുന്നു MLA ലിൻഡോ ജോസഫ്. താങ്ക് യു സർ. അടുത്തായിട്ട് നമ്മുടെ ശാന്തേച്ചിയെയാണ് MLA ആദരിക്കുന്നത്. ശാന്തകുമാരി കൈതൂരിനെ MLA ലിൻഡോ ജോസഫ് പൊന്നാടയണിച്ച് ആദരിക്കും. അടുത്തായിട്ട് വേലായുധൻ കീർത്താനിങ്ങാട്ടെ, വേലായുധനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് രത്നവല്ലി പൂലേരി, രത്നവല്ലി അമ്മ MLA ഉണ്ട്, നന്മയുടെ ആദരം MLA ആദരിക്കുന്നു. ഇനി നമ്മൾക്ക് ആദരിക്കാനുള്ളത് രുക്മിണി കൂന്തല, അവർ ഇവിടെ സ്ഥലത്തില്ല. അടുത്തതായി നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നന്മയുടെ ട്രഷറർ സുനീഷ് ടിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്മയുടെ 8ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട നമ്മുടെ MLA ശ്രീ ലിൻഡോ ജോസഫ് അവർക്ക് നന്മ റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിലും സ്വന്തം പേരിലും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ കൗൺസിലർ ശ്രീ ബിന്ദു KPക്കും സ്വന്തം പേരിലും നന്മയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ പരിപാടി വീക്ഷിക്കാനും നമ്മുടെ ഈ പ്രോഗ്രാം വിജയകരമാക്കാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു.